ഫ്രണ്ട്സ്, ലിസമ്മാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു റവ കൊണ്ടുള്ളൊരു സ്വീറ്റ് ഐറ്റം ആണ്. ഒരു ലഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, എന്നാലും നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു റവ ലഡു എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മളിത് കാണിക്കാൻ പോകുന്നത്. റവ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതിന് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറക്കാത്ത റവയാണ്. പിന്നെ എടുത്തിരിക്കുന്നത് തേങ്ങ ചിരികപ്പാണ്. പിന്നെ നമുക്ക് വേണ്ടിയത് പഞ്ചസാര. ഇതിനൊരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പാല് 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയത് കാഷ്യൂനട്ട് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ എടുത്തില്ല, ഞാൻ കപ്പലണ്ടിയാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് കിസ്മിസ്, പിന്നെ നെയ്യ് വേണം. പിന്നെ ഒരു 5-6 ഏലക്ക പൊടിച്ചത്, അതും കൂടെ വേണം. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന സാധനങ്ങൾ. ഇനി നമുക്കിത് സ്റ്റൗ ഓൺ ആക്കി ഈ റവയൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കത് ചൂടായി. ഇനി നമുക്ക് ഈ റവ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് വറക്കാത്ത റവയാണ്. വറുത്ത റവയാണെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ ജസ്റ്റ് നെയ്ക്കകത്തൊന്ന് ഇട്ട് വേണം എടുക്കാന്. ഇതൊന്ന് മിക്സായി, ആ നെയ്യുമായിട്ട് ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനോടൊപ്പം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആവണം. ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കാതെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ തേങ്ങയും ഈ റവയും കൂടെ നല്ലതായിട്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കണം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര നമുക്ക് ചേർക്കണം. ഇളക്കി കൊടുക്കുക. ഇളക്കിക്കൊണ്ടിരിക്കുക. പഞ്ചസാര അല്ലെങ്കിൽ അടി പിടിക്കും. ഇതൊന്ന് നല്ലതായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മള് പാലങ്ങ് ചേർക്കുകയാണ്. ഞാനിവിടെ തിളപ്പിച്ച പാലായിരുന്നു ഇത്. അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ പാല് റവയുമായിട്ട് നല്ലതായിട്ടൊന്ന് മിക്സായി അതൊന്ന് എല്ലാത്തിലും ഒന്ന് കുഴഞ്ഞു വരണം. എല്ലാത്തേക്കും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലെ ആ വെള്ളമയൊക്കെ ഒന്ന് പറ്റണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കണ്ടില്ലേ, നന്നായിട്ട് ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മള് കിസ്മിസും കപ്പലണ്ടി എല്ലാം ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലൊരു മണം വരും. ആ ഏലക്കയുടെയും നെയ്യുടെയും നല്ലൊരു മണമുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇതായി വന്നിട്ടുണ്ട്. ഇതായെന്നറിയുന്നത് ഈ സൈഡിലുള്ള ഈ സംഭവം എല്ലാം നല്ലതായിട്ട് കണ്ടോ, ഒന്നുമില്ലാതെ ഇതിലിങ്ങി വരും. ഒന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. ഇതിൽ ഒന്നായിട്ട് വരും. ഇതാണ് നമ്മുടെ പരുവം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. അല്പം തണുത്താൽ മതി, ഒരുപാടങ്ങ് തണുക്കണ്ട. ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ. നമുക്ക് കയ്യിൽ ഇനി ഉരുട്ടണം, അല്ലെങ്കിൽ കൊള്ളത്തില്ല. അപ്പം ചെറിയ ചൂട് വേണം. വലിയ ചൂടങ്ങ് മാറി കഴിയുമ്പോൾ നമുക്കിത് ഉരുട്ടാൻ തുടങ്ങാം. നമ്മൾ തണുക്കാൻ വെച്ചിരിക്കുന്ന ആ റവയുടെ മിക്സ് ഏകദേശം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. എന്നാലും ചെറിയ ചൂടുണ്ട്. ചെറിയ ചൂടോട് വേണം നമ്മൾ ഉരുട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനിയും കുറച്ചെടുക്കുക. കുറച്ചെടുത്തിട്ട്
ചെറിയ ഉരുളകളാക്കി നമുക്ക് എത്രയും വലുപ്പം വേണോ അത്രയും ഉരുളകളാക്കിയിട്ട് ഇതൊക്കെ നമുക്ക് എണ്ണ കണ്ടോ. ഇതിൻ്റെ അകത്ത് മേളിലേക്ക് ഒരു കിസ്മിസോ ഇപ്പം നട്ട്സ് ആണ് നമ്മൾ എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ച് നമുക്ക് ഉരുളകൾ ഒട്ടി വെക്കാം. അങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാം ഇത്. ഇപ്പൊ നമുക്ക് വീട്ടിൽ ആരെങ്കിലും ഒരു ഗസ്റ്റ് വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു സ്വീറ്റ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ കുട്ടികളൊക്കെ വരുവാണെങ്കിലേ ഗസ്റ്റൊക്കെ കുട്ടികളെയും കൊണ്ട് വരുവാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഒത്തിരി താമസമൊന്നുമില്ല. നമുക്കിത് വേഗം തന്നെ എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. റവ ലഡു റെഡി ആയിട്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുൻപിൽ വരുന്നതായിരിക്കും. താങ്ക് യു.